ആകാശത്തോളം വളരാം. ശ്രവൺ കുമാർ വിശ്വകർമ്മയുടെ വിജയഗാഥ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് തളരാത്ത പോരാട്ട വീര്യത്തിന്റെ ഒരു അടയാളത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും ചെറിയ പരാജയങ്ങളിൽ തളർന്നു പോകാറുണ്ട്. എന്നാൽ തന്റെ മുന്നിലെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെയും ചവിട്ടുപടികളാക്കി മാറ്റിയ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രാവൺ കുമാർ വിശ്വകർമ്മ. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഷങ്ക് എയർ എന്ന വിമാന കമ്പനിയുടെ ചെയർമാനായി കാണുന്നു. പക്ഷേ വെറും 7 വർഷം പുറകോട്ട് നോക്കിയാൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലെ പൊടിപിടിച്ച തെരുവുകളിൽ ജീവിതത്തോട് മല്ലിടുന്ന ഒരു സാധാരണ ഓട്ടോ ടെമ്പോ ഡ്രൈവറെ നമുക്ക് കാണാം. ഇതാണ് അസാധ്യമായതിനെ സാധ്യമാക്കിയ ഒരു മനുഷ്യന്റെ കഥ. 2017 വരെ ശ്രാവൺ കുമാറിന്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ഉപജീവനത്തിനായി എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്നു. കയ്യിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളും മനസ്സിൽ വലിയ സ്വപ്നങ്ങളും മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. ലോഡറായി ജോലി ചെയ്തു. കിലോമീറ്ററുകളോളം ടെമ്പോ ഓടിച്ചു. പലരും അദ്ദേഹത്തെ നോക്കി പരിഹസിച്ചിട്ടുണ്ടാകാം. നമ്മളെയൊക്കെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് വിധി എഴുതിയിട്ടുമുണ്ടാകാം. എന്നാൽ ആ സ്റ്റീറിംഗിന് പിന്നിലിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആകാശത്തേക്കായിരുന്നു. 2014 സിമന്റ് ബിസിനസ്സിലൂടെ അദ്ദേഹം ഒരു തുടക്കം കുറിച്ചു. പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടായെങ്കിലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. ആത്മവിശ്വാസമെന്ന ഒരൊറ്റ മൂലധനം മാത്രമായിരുന്നു അദ്ദേഹത്തിന് തുണയായത്. സിമന്റ് ബിസിനസ്സിൽ നിന്ന് പിന്നീട് അദ്ദേഹം സ്റ്റീൽ ഖനനം എന്നീ മേഖലകളിലേക്ക് ചുവടുവെച്ചു. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വളർത്തി. ഇന്ന് 400-ലധികം ട്രക്കുകളുള്ള ഒരു വലിയ ലോജിസ്റ്റിക് ശൃംഖലയുടെ ഉടമയാണ് അദ്ദേഹം. റോഡിലെ ഗതാഗതം കീഴടക്കിയ മനുഷ്യൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് വായുമാർഗം കീഴടക്കുകൂടാ? ഒരു സാധാരണ ലോഡറായി തുടങ്ങിയ ഒരാൾക്ക് വിമാന കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യം വേണം. ആ ധൈര്യമാണ് 2026 ജനുവരിയിൽ ഷങ്ക് എയർ എന്ന പേരിൽ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത്. ഷങ്ക് എയർ ഒരു പുതിയ വിപ്ലവമാണ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി. ഇൻഡിഗോയും എയർ ഇന്ത്യയും പോലുള്ള വമ്പന്മാരോട് മത്സരിക്കുവാൻ ശ്രാവൺ കുമാർ ഒരുങ്ങുന്നത് വലിയൊരു ലക്ഷ്യത്തോടെയാണ്. വിമാനയാത്ര പണക്കാർക്ക് മാത്രം ഉള്ളതല്ല, അത് സാധാരണക്കാർക്കും പ്രാപ്യമാകണം. ലക്നൌവിനെയും നോയിഡയും രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ എയർലൈൻ ബോയിങ് 737 വിമാനങ്ങളുമായാണ് എത്തുന്നത്. വിമാനത്തെ ഒരു ആഡംബരമായി കാണാതെ ബസ്സിനെയും ടെമ്പോയും പോലെ ഒരു യാത്രാ ഉപാധിയായി ജനങ്ങൾ കാണണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. താൻ ഓടിച്ചിരുന്ന ആ പഴയ ടെമ്പോയുടെ അതേ ലളിതമായ കാഴ്ചപ്പാടാണ് വിമാന കമ്പനിയിലും അദ്ദേഹം പിന്തുടരുന്നത്. ശ്രാവൺ കുമാർ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഒരിക്കൽ ടെമ്പോ ഓടിച്ച് എനിക്ക് ഒരു എയർലൈൻ തുടങ്ങാമെങ്കിൽ നിങ്ങൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാം. നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്, മറിച്ച് നമ്മുടെ പരിശ്രമങ്ങളാണ്. നിങ്ങളിന്ന് എവിടെയിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആകാശത്തോളം വലുതാണെങ്കിൽ അത് എത്തിപ്പിടിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളും വിജയിച്ചിരിക്കും.